നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ഭക്തജനങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഓണമൊക്കെ വരാനായിട്ട് പോകുകയാണ്, ഒപ്പം അഷ്ടമി രോഹിണിയൊക്കെ വരാനായിട്ട് പോകുകയാണ്. അപ്പോൾ താരതമ്യേന ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഭഗവാനെ കാണാനായിട്ട് നിരവധി ഭക്തജനങ്ങളാണ് ഈ വരും ദിവസങ്ങളിലെല്ലാം വരാനായിട്ട് പോകുന്നതും. അപ്പോൾ എല്ലാവരുടെയും ചിന്ത ഭഗവാനെ കാണണം, ഭഗവാന്റെ പ്രസാദങ്ങൾ കഴിക്കണം, നന്നായി ഒന്ന് തൊഴണം, ഒപ്പം തന്നെ സുരക്ഷിതമായിട്ടുള്ള ഒരു താമസ സൗകര്യം കൂടെ എല്ലാവരും ചിന്തിച്ചാണ് വരാറുള്ളത്. അതും ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ തന്നെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചിലവിലുള്ളതാണെങ്കിൽ ഇരട്ടി മധുരമാണ് ലഭിക്കുക. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നതും അതേക്കുറിച്ചാണ് കേട്ടോ. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ റെസ്റ്റ് ഹൗസ് ആയിട്ടുള്ള കൗസ്തുഭം റെസ്റ്റ് ഹൗസിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. കൗസ്തുഭത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉദ്ഘാടനത്തിനായിട്ട് ഒരുങ്ങുകയാണ്. നാളെയാണ് ഉദ്ഘാടനം. ജൂലൈ 31 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി, ആരോഗ്യ വിഭാഗം മന്ത്രിയും കൂടിയാണ് അദ്ദേഹം കെ മുരളീധരൻ സാറാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേട്ടോ. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ചടങ്ങാണ് നാളെ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് കൗസ്തുഭത്തെ കുറിച്ചാണ്. കൗസ്തുഭം സ്ഥിതി ചെയ്യുന്നത് കിഴക്കേ നടക്കിലാണ് കേട്ടോ. അതായത് കിഴക്കേ നടക്കിലെ നടപ്പന്തലില്ലേ, അവിടെയാണ്. നമ്മളിപ്പോൾ വാഹനമൊക്കെ പൂജയ്ക്ക് വെക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ ആയിട്ടാണ് കൗസ്തുഭത്തിന്റെ എൻട്രി വരുന്നത്. അത് കൂടാതെ തെക്കേ നടയിൽ കൂടെ എൻട്രി ഉണ്ട്. അതായത് നമ്മുടെ ഇന്നർ റിംഗ് റോഡ് ഉണ്ടല്ലോ, അതിൽ കൂടെയും കൗസ്തുഭത്തിലേക്ക് എൻട്രി ഉണ്ട്. അപ്പോൾ കൗസ്തുഭത്തിന്റെ പുതിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ, നവീകരിക്കുക എന്ന് പറയുമ്പോൾ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടാണ് കൗസ്തുഭം വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രത്യേകതകളെ കുറിച്ച്, അവിടുത്തെ റൂമിനെ കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. ആധുനിക രീതിയിൽ നവീകരിച്ച കൗസ്തുഭ റെസ്റ്റ് ഹൗസിലെ 97 മുറികളാണ് ഉള്ളത് കേട്ടോ. അതിലെ 2 ബെഡ് AC റൂം 23 എണ്ണാണ്. അപ്പോൾ AC റൂമുകളായിട്ട് 23 എണ്ണേ ആകുള്ളൂ. അതെല്ലാം 2 ബെഡും കൂടിയാണ് കേട്ടോ. പിന്നെ എല്ലാം നോൺ AC റൂമാണ് വരുന്നത്. 2 ബെഡിൻ്റെ തന്നെ നോൺ AC ഉണ്ട് 45 എണ്ണം. 3 ബെഡ് നോൺ AC 8 എണ്ണാണുള്ളത്. 4 ബെഡ് നോൺ AC റൂം 5 എണ്ണും. 6 ബെഡ് നോൺ AC റൂം 16 എണ്ണും. അപ്പോൾ ഈ കാറ്റഗറിയിലാണ് മുറികളൊക്കെ ലഭ്യമാകുക. കോഴിക്കോട് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് കൗസ്തുഭ നവീകരണ പ്രവൃത്തി ഏറ്റെടുത്ത് പൂർത്തീകരിച്ചിരിക്കുന്നത് കേട്ടോ. 13.3 കോടി രൂപയാണ് അതിൻ്റെ ചിലവായിട്ട് വന്നിരിക്കുന്നത്. ദേവസ്വം സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ വിഭാഗങ്ങൾക്കായിരുന്നു മേൽനോട്ട ചുമതല. അതിമനോഹരമായിട്ടാണ് നവീകരിച്ച കൗസ്തുഭ റെസ്റ്റ് ഹൗസ് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉദ്ഘാടനത്തിനായിട്ട് തയ്യാറായി നിൽക്കുന്ന കൗസ്തുഭത്തിന്റെ ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം.
അപ്പോൾ കൗസ്തുഭത്തിലെ കാഴ്ചകളൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം. തീർച്ചയായിട്ടും ഭക്തജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന, ഭക്തജനങ്ങൾക്ക് സന്തോഷകരമാകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അലങ്കാരം പറയാം. ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരമാണ് പറയുന്നത്. ഇന്നലെ ഭഗവാനെ മുരളീധരനായിട്ടായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയായിരുന്നു അറിയാം ഇന്നലെ ഭഗവാനെ കാണാനായിട്ട്. അതായത് ചെറിയൊരു ഉണ്ണിയാണ്, ഒരു 1.5-2 വയസ്സൊക്കെ ഉള്ളിൽ പ്രായം ഉണ്ടായിരിക്കും. പക്ഷെ നന്നേ ചെറിയ ഉണ്ണിയായിട്ട് അത് കുറച്ചിങ്ങനെ തടിച്ചുരുണ്ടിട്ടുള്ള പ്രകൃതമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞുണ്ണികൃഷ്ണൻ നിന്നിട്ട് ഓടക്കുഴി വിളിക്കുന്ന പോലെ നമുക്ക് തോന്നുക. അത്ര മനോഹരമായിട്ട് ഭഗവാനെ ചാർത്തിയിട്ടും കൂടിയുണ്ട്. അതാണ് പ്രത്യേകത. നല്ലൊരു കുഞ്ഞു കുട്ടി നിന്നിട്ട് ഓടക്കുഴി വായിക്കുക. കൂടുതലും ഭക്തജനങ്ങൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഭഗവാന്റെ രൂപം തന്നെയാണ്. കാരണം ഭഗവാൻ കയ്യിലെടുത്തിരിക്കുന്നത് ഭഗവാന്റെ പ്രിയപ്പെട്ട പൊന്നോടക്കുഴലാണ്. ആ ഓടക്കുഴലിൽ നിന്ന് വരുന്ന സുന്ദരമായിട്ടുള്ള സംഗീതത്തിലെ എല്ലാ ഭക്തജനങ്ങളുടെയും ദുഃഖങ്ങൾ അലിഞ്ഞില്ലാതാകുക ചെയ്യാം. അതുകൊണ്ടാണ് എല്ലാവർക്കും ഭഗവാന്റെ ആ ഒരു ഓടക്കുഴൽ നാദം ഇത്രയും ഇഷ്ടമായിട്ട് തോന്നുന്നത്. അപ്പം അങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ ഭക്തജനങ്ങൾക്ക് മുന്നിലായിട്ട് ഭഗവാൻ ആ ഒരു രൂപത്തിൽ തന്നെയല്ലേ വരിക. ഏറ്റവും കൂടുതൽ തവണ ഭഗവാന്റെ അലങ്കാരമായിട്ട് വരുന്ന ഓടക്കുഴൽ ഊതുന്ന കണ്ണനായിട്ടായിരുന്നു, മുരളീധരനായിട്ടായിരുന്നു ഇന്നലെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. മനോഹരമായിട്ട് ചാർത്തി എന്ന് പറഞ്ഞല്ലോ. ഭഗവാന് 2 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം ചുവപ്പും തെച്ചിയും, അതായത് ചുവപ്പും വെള്ളയും പച്ചയും കൂടിയിട്ടായിരുന്നു. തെച്ചി നന്ദ്യാർവട്ടം തുളസിയും കൂടിയിട്ടായിരുന്നു. പിന്നെ ഒരെണ്ണത്തിലെ ചുവപ്പും വെള്ളയും കൂടിയിട്ടായിരുന്നു, അതായത് നന്ദ്യാർവട്ടും തെച്ചിയും കൂടിയിട്ടായിരുന്നു കോർത്തിട്ടുണ്ടായിരുന്നത്. ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു, അതിൽ 3 നിറങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. തെച്ചി ഉണ്ടായിരുന്നു, തുളസി ഉണ്ടായിരുന്നു, നന്ദ്യാർവട്ടും ഉണ്ടായിരുന്നു. ഇതിന് നടുക്കാണ് ഓടക്കുഴൽ ഊതുന്ന മിടുക്കനായിട്ടുള്ള ഉണ്ണിക്കണ്ണനായിട്ട് നമ്മുടെ ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നത്. സ്വർണ്ണ കിരീടം ചൂടിയിട്ടുണ്ട്, ശിരസിലെ നെറ്റിയിൽ ഗോപി തിലകുണ്ട്, കാതുകളിലും ഇന്നലെ തിലകങ്ങളായിരുന്നു. അതിങ്ങനെ തല തിരിച്ച് തന്നെ വെക്കുമല്ലോ, കൂർത്ത ഭാഗം താഴേക്കാക്കുന്ന രീതിയിലായിരുന്നു കാതിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 തോളുകളിലും ഗോപി തിലകങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഭഗവാൻ. പിന്നെ കൈവളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. കാരണം നന്നായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട് യേശോദാമ്മ. എന്നിട്ടാണ് ഓടക്കുഴൽ എടുത്തിട്ട് കയ്യിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് അതും വായിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഭഗവാൻ. 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. വളയം പോലത്തെ ഒരു മാലയുണ്ട്, പിന്നെ 2 മാലകളുണ്ട്. അരയിലേക്ക് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, ചുവന്ന പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിക്കാലുകൾ രണ്ടും ഇങ്ങനെ പിണച്ച് വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ആ പിണച്ച് വെച്ചിട്ടുള്ള കാലുകളിലെ കാൽത്തളകളും അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. സുന്ദര രൂപം, അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അഗ്രേപശ്യാമി എന്ന് തുടങ്ങുന്ന ഭഗവാന്റെ ആ ഒരു സുന്ദര രൂപത്തിന്റെ വർണ്ണനയുണ്ടല്ലോ, ആ സുന്ദര രൂപം നമുക്ക് മുന്നിൽ നിൽക്കുന്നതായിട്ടാണ് തോന്നുക. അപ്പോൾ ആ രൂപം നമ്മുടെ മനസ്സിലും കൊണ്ടുവരിക. ഭഗവാന്റെ മുരളി ഊതുന്ന രൂപം നന്നായി ധ്യാനിച്ചുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും തൊഴുതോളൂ. ഒപ്പം തന്നെ ഭഗവാന്റെ ആ കുഞ്ഞു കാൽപാദങ്ങളിലെ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് ഭക്തരുടെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഒന്ന് പറയാം. അതിൽ ശ്രീകല VS എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഹരേ കൃഷ്ണ, ആശിക്കുമോളെ, എനിക്ക് ഒരു വിഷമം പറയാനുണ്ട്. എൻ്റെ വീട്ടിൽ മക്കൾ 2 പേരും ദൈവവിശ്വാസം ഇല്ലാത്തവരാണ്. അതായത് എൻ്റെ ദൈവവിശ്വാസത്തെ ചോദ്യം ചെയ്യണു. സന്ധ്യയ്ക്ക് ഞാൻ നിലവിളക്ക് വെച്ച് പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒന്നുകിൽ ഉച്ചത്തിൽ TV വെക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ കിടന്നുറങ്ങും. ഞാൻ പറഞ്ഞാൽ എന്നെ ചോദ്യം ചെയ്ത് തർക്കിക്കും. അതിനാൽ എൻ്റെ മനസ്സിന് ഒരു വിഷമമുണ്ട്. ഇതിനാൽ സന്ധ്യാദീപം വെച്ച് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റുണ്ടോ? എനിക്ക് സന്ധ്യാനാമം ചൊല്ലിയില്ലെങ്കിൽ ആകെ വിഷമമാണ്. വീട്ടിൽ മറ്റുള്ളവർ നിഷേധം കാണിക്കുന്നതിനാൽ ഭഗവാന്റെ കൃപ വീട്ടിൽ ഉണ്ടാകില്ല എന്ന തോന്നൽ എപ്പോഴും മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്നു. ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരുമോ എന്നാണ് ശ്രീകല ചേച്ചി ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഒട്ടും വിഷമിക്കണ്ട. കാരണം വീട്ടിൽ നിഷേധിക്കുന്നവരുണ്ടെങ്കിലും ഭഗവാന്റെ കൃപ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. കാരണം അമ്മ വായിക്കുന്നുണ്ടല്ലോ മക്കൾക്കായിട്ട്. നമ്മൾ പ്രഹ്ലാദന്റെ കഥ തന്നെ എടുത്തു നോക്കൂ. പ്രഹ്ലാദൻ ഭഗവാന് വേണ്ടിയിട്ട് ഭഗവാനെ സദാ സ്മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പിതാവ് നേരെ വിപരീതമായിരുന്നു. എന്നിട്ടും അവിടെ ഭഗവാന്റെ കൃപ ഉണ്ടായില്ലേ? അപ്പൊ അത്രേ ചിന്തിക്കുന്നുണ്ടോ? ചിലപ്പോ ആ മക്കളുടെ എന്തെങ്കിലും മുജന്മ ദുരിതങ്ങള് പാപങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും അവർക്ക് അങ്ങനെ നിഷേധ സ്വഭാവമൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അതൊക്കെ ഭഗവാൻ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ ആ ഒരു കർമ്മം അവരുടെ തീരുന്നത് വരെ അവർ ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കാം. നമുക്ക് പറഞ്ഞു നോക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടികളല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ അമ്മ നാമം ജപിക്കുന്ന സമയത്ത് അത് ശല്യം ചെയ്യാനായിട്ട് ഉച്ചത്തിൽ TV ഒക്കെ വെക്കുന്നത്. അപ്പോൾ നമ്മൾ നാമം ചെല്ലുന്നുണ്ടെന്ന് അല്ലെങ്കിൽ നാമം ജപിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കണ്ട. അമ്മമാരെന്ത് ചെയ്യണം? സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്തോളൂ കേട്ടോ. ഉറക്കെ ജപിക്കണ്ട. ചിലപ്പോൾ അത് കേൾക്കുമ്പോഴായിരിക്കും അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. മനസ്സിൽ ജപിച്ചോളൂ. മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മമാര് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഫലം നൽകുക. അതുകൊണ്ടാണല്ലോ അമ്മയെ നമ്മൾ അത്രയും മഹത്വമുള്ളവരായിട്ട് കാണുന്നത്. അത് മക്കൾക്ക് വേണ്ടിയിട്ട് അത്രയും സ്നേഹത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ അത്രയും ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് അത്രയും സമർപ്പണത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അമ്മമാർക്കേ സാധിക്കുള്ളൂ. അപ്പൊ അമ്മമാരുടെ പ്രാർത്ഥനകൾ കൊണ്ട് നേരാകുന്നതേ ഉള്ളൂ മക്കളുടെ എല്ലാ കാര്യങ്ങളും. അപ്പൊ അങ്ങനെ വിചാരിച്ചോളൂ. മക്കളുടെ അടുത്ത് ഭഗവാന് ദേഷ്യം ഉണ്ടാകുമോ? അങ്ങനെയും കൂടെ ചിന്തിക്കണ്ട കേട്ടോ.
അതൊക്കെ ഓരോരോ പരീക്ഷണങ്ങളായിട്ട് കണ്ടാൽ മതി. ഭഗവാന്റെ പരീക്ഷണങ്ങൾ ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം മതി ഇതെല്ലാം മറിയാനായിട്ട്. ശത്രുക്കളായിട്ട് നടക്കുന്നവരൊക്കെ മിത്രങ്ങളായിട്ട് മാറുന്നത് കാണാം. മുഖത്ത് നോക്കുമ്പോൾ തിരിഞ്ഞു നടക്കുന്നവരൊക്കെ നമ്മൾ നോക്കി പുഞ്ചിരിക്കുന്നത് കാണാം. ഇതൊക്കെ ഒരു നിമിഷത്തിന്റെ വ്യത്യാസത്തിൽ ഭഗവാൻ നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളാണ്. അത് ഈ മക്കളുടെ കാര്യത്തിലും ഉണ്ടാകും എന്ന് ഉറച്ച് വിശ്വസിച്ചിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. പ്രാർത്ഥനയ്ക്ക് എപ്പോഴും നല്ല ഫലം ലഭിക്കും. അത് നമുക്ക് അനുഭവത്തിൽ വരുമ്പോഴാണ്. ഇത്രയും നാൾ പ്രാർത്ഥിച്ചതിന്റെ ഫലം എല്ലാം കൂടെ ഭഗവാൻ തരും. ആ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചോളൂ. മക്കളെല്ലാവരെയും ഭഗവാന്റെ വഴിയിലേക്ക് തന്നെ ഭഗവാൻ കൊണ്ടുവരും കേട്ടോ. അമ്മയ്ക്ക് സാധിക്കുന്നുണ്ടല്ലോ, തീർച്ചയായിട്ടും മക്കൾക്കും സാധിക്കും. അതിനുള്ള നല്ല കാലം ഭഗവാൻ തന്നെ നമുക്ക് കാണിച്ചു തരും. എല്ലാം ഗുരുവായൂരപ്പൻ്റെ തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾക്ക് അനുസരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? അതെല്ലാം നമുക്കും കൂടെ അനുകൂലമാകണേ, എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാന്റെ അടുത്തേക്ക് ആ മക്കളെ എല്ലാം തിരിക്കണേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. അല്ലാതെ അതിലൊന്നും വിഷമമില്ല. സന്ധ്യയ്ക്ക് എന്തായാലും ദീപം വെച്ചിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. സമാധാനമായിട്ട് ഇരിക്കുക. എല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. എല്ലാ പ്രാർത്ഥനകളും സങ്കടങ്ങളും എല്ലാം ഭഗവാൻ കാണുന്നുണ്ട് കേട്ടോ. അടുത്തത് സൗമ്യ വി എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ്. ഇന്ന് രാവിലെ വിളക്ക് കൊളുത്തി കുറച്ച് കഴിഞ്ഞ് അത് കെടുത്താൻ ചെന്നപ്പോൾ അതിലൊരു ചാതി എണ്ണയിൽ പെട്ട് ചത്ത് കിടക്കുന്നത് കണ്ടു. അതിലെന്തെങ്കിലും ദോഷമുണ്ടോ ചേച്ചി? അത് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു പേടി തോന്നി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളിലേ പേടിക്കാനായിട്ട് നിൽക്കുകയാണെങ്കിൽ പേടിക്കാൻ മാത്രമേ നമുക്ക് സമയം കാണുള്ളൂ. പക്ഷെ നമ്മളതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. ഇപ്പോൾ വെളിച്ചമൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് പ്രാണികളൊക്കെ പറന്നു വരും. അപ്പൊ എന്താണ്, അവരുടെ അശ്രദ്ധ മൂലം അതിൽ വീഴാനുള്ള, ആ ഒരു തീയിൽ പെട്ട് കഴിഞ്ഞാൽ വീഴാനുള്ള സാധ്യതയുണ്ട്. അത്രേ ചിന്തിക്കണ്ടോ. നമ്മൾ തന്നെ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കൈ പൊള്ളാനായിട്ട് സാധ്യത ഉണ്ട് അല്ലേ? അതെന്തുകൊണ്ടാ? ശ്രദ്ധയില്ലാത്തത് കൊണ്ടാ. നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതിനൊരു കുഴപ്പമില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വേണം എന്നാണ് ഭഗവാൻ പറയണത്. അതിനിപ്പോ ഒരു ദോഷമായിട്ടൊന്നും കണക്കാക്കണ്ട കേട്ടോ. ഞാൻ മുൻപ് ഒരിക്കൽ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ക്ഷേത്രത്തിൽ പൂജിക്കാനായിട്ട് നേദ്യത്തിനായിട്ട് പോകുകയാണ്. അവിടെ പൂജ ചെയ്യുന്നവർ ആരാണോ നേദ്യത്തിനായിട്ട് പോയി. അപ്പോൾ ശ്രീലകത്ത് കയറി നേദ്യങ്ങളൊക്കെ കൊണ്ടുവച്ചു, നട അടച്ചു. ആ സമയത്ത് ഒരു ഈച്ച അതിനുള്ളിൽ കയറിപ്പോയി. ഈച്ചയ്ക്ക് അറിയില്ല അത് ക്ഷേത്രമാണെന്നോ ഒന്നും അറിയില്ല. ഈച്ച സാധാരണ പോലെ കയറിപ്പോയി. ഈച്ച കയറിയത് മറ്റാരും കാണുകയും ചെയ്തില്ല. അപ്പൊ ഈ നേദ്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിലെ ഭഗവാനെ നേദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലറിയാതെ ഈച്ച വന്നിരുന്നു. അതിന്റെ ഒരു നേർത്ത കണിക ആ ഒരു ഈച്ച ഭക്ഷിക്കുകയും ചെയ്തു. അതായത് ഭഗവാന്റെ പ്രസാദമാണ് ആ ഒരു ഈച്ച കഴിച്ചത്. അത് അവിടെ നിന്നിട്ട് പറന്നകുന്നു. പറക്കുന്ന ആ ഒരു സമയത്ത് വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അതിലെ ആ ഒരു തീയിൽ പെട്ടിട്ട് തൽക്ഷണം ഈച്ച അവിടെ ചത്തു വീഴുകയും ചെയ്തു. ഇതൊന്നും ആരും കണ്ടില്ല. ഈച്ച ചത്തു വീണു എന്നല്ലേ നമ്മൾ വിചാരിക്കുക. പക്ഷെ അവിടെ സംഭവിച്ച മറ്റൊരു കാര്യം, മറ്റാരും കാണാതെ സംഭവിച്ച ഒരു കാര്യം, ഈ ഈച്ചയെ കൊണ്ടുപോകാനായിട്ട് ആരാ വന്നത്? വിഷ്ണു പാർഷദന്മാര് വന്നു എന്നാണ് പറയണത്. എന്നിട്ട് ആ ഈച്ചയുടെ ആത്മാവിനെ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്തുകൊണ്ടാ? ആ ഈച്ച ആ ഒരു പ്രസാദം ഭക്ഷിച്ചത് കൊണ്ടാണ്. അപ്പൊ അതിനെ ആ ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഭഗവാന്റെ അടുത്തല്ലേ, ഭഗവാൻ നോക്കിക്കോളും എന്ന് വിചാരിച്ചാൽ മതി. എന്ത് പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിലും ഇപ്പൊ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണുമ്പോൾ അതെന്താ, നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടെന്നാണ് പറയുക. ഇപ്പൊ നമ്മുടെ കൈക്ക് എന്തെങ്കിലും മുറിവ് പറ്റുകയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു തരുന്നതാ. അതല്ലാതെ ഒരിക്കലും അതിനെ ദോഷമായിട്ട് എടുക്കരുത്. ഇപ്പൊ ആ പൂജാരി ഈച്ച കയറിയതോ ഭക്ഷണം അതിൽ നിന്ന് കഴിച്ചതോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അത് വേറെ രീതിയിൽ ചിന്തിക്കാം. പക്ഷേ ഭഗവാൻ ചിന്തിക്കാൻ പറയണത് മറ്റൊരു രീതിയിലാണ്. നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും വരുന്നത് കേട്ടോ. ദോഷമാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം ദോഷമാവും. നേരെ മറിച്ച് ഇപ്പോൾ ഒരു പ്രാണിക്ക് പകരമായിട്ട് കുറേ പ്രാണികൾ വന്നിട്ട് എണ്ണയിൽ വീഴുന്നുണ്ട്, ചത്ത് വീഴുന്നുണ്ടെങ്കിൽ അപ്പോൾ ശ്രദ്ധിക്കണം. എന്തായാലും അത് എണ്ണ മാറ്റി തന്നെ വേണം. വിളക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം പിന്നെ ദീപം തെളിയിക്കാനായിട്ട്. കണ്ട സ്ഥിതിക്ക് അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അങ്ങനെ കൂടുതലുണ്ടെങ്കിലേ അതിനെ കുറിച്ചിട്ട് ദോഷമാണെന്നൊക്കെ ചിന്തിക്കണ്ടു. അല്ലാത്ത പക്ഷം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറയണത്. അത്രേ ചിന്തിക്കണ്ടു കേട്ടോ. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എങ്കിൽ മാത്രമേ എല്ലാം ഭഗവാനിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് തോന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും എന്ത് കണ്ടാലും ദോഷമാണെന്നാണ് പറയാനായിട്ട് അല്ലെങ്കിൽ ചിന്തിക്കാനായിട്ട് തോന്നുക. അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ. വലിയ കാര്യമായിട്ട് എടുക്കണ്ട, ശ്രദ്ധിക്കാനാണ് ഭഗവാൻ പറയണത്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് അശ്വതി രഞ്ജിത്ത് എന്നുള്ള ഭക്തയാണ് കേട്ടോ. എനിക്കൊരു സംശയമുണ്ട്, അതൊന്ന് പറഞ്ഞു തരാമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അച്ഛൻ വയ്യാതിരുന്നപ്പോൾ ഗുരുവായൂരപ്പനെ തെക്കേ നടക്കിൽ വെച്ചിട്ടുള്ള ആൾരൂപം പ്രാർത്ഥിച്ച് അവിടെ സമർപ്പിക്കണം എന്നായിരുന്നിരുന്നു. അച്ഛൻ കുറച്ചു നാൾ മുൻപ് മരണപ്പെട്ടു. അപ്പോൾ ഇനി ഗുരുവായൂർ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ആ വഴിപാട് നടത്താൻ പാടുണ്ടോ? മരണപ്പെട്ട ആൾക്ക് വേണ്ടി വഴിപാട് ചെയ്യാമോ? ഒന്ന് പറഞ്ഞു തരണേന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അശ്വതിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് പൊതുവായിട്ട് പറയാം. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഗുരുവായൂരപ്പൻ എന്നല്ല കേട്ടോ, ഏത് ക്ഷേത്രത്തിലെ എന്ത് വഴിപാട് നമ്മൾ കൊടുക്കാനായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അത് ഏതൊരു അവസ്ഥയാണെങ്കിലും എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അത് കൊടുത്തിരിക്കണം.
അങ്ങനെയാണ് പറയുക. വഴിപാടുകൾ നേരത്തെ ഏറ്റവും പെട്ടെന്ന് കൊടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് കൊടുക്കണം എന്നാണ് പറയുക. കാരണം ഭഗവാൻ ഇത് കാത്തിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അച്ഛൻ്റെ ഒരു വിയോഗം സംഭവിച്ചു എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഒരു സ്ഥിതിയാണെങ്കിലും വഴിപാട് നേർന്നിട്ടുള്ളത് കൊടുക്കണം എന്നാണ് പറയുക. സാധാരണ എന്താ ചെയ്യാറെന്നറിയോ? ഇപ്പം നമ്മൾ പാൽപ്പായസം വഴിപാട് നേർന്നു എന്ന് വിചാരിക്കാം. അത് ചെയ്യേണ്ടിരുന്ന ആൾ മരണപ്പെട്ടു പോയി. അപ്പം അതിൻ്റെ തുക എത്ര തുകയ്ക്ക് വേണ്ടിയിട്ടാണോ തുകയിലാണോ നമ്മൾ നേർന്നിരിക്കുന്നത് അത് കൊണ്ടുപോയിട്ട് ഭണ്ഡാരത്തിൽ സമർപ്പിച്ചാൽ മതി. ആ ആളുടെ പേരിൽ, മരിച്ചവരുടെ പേരിൽ വഴിപാടുകൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെ പേരിൽ ചെയ്യേണ്ട അതിനുള്ള തുക കൊണ്ടുപോയിട്ട് ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം. പക്ഷെ ഇത് ആൾരൂപമാണ്. ആൾരൂപം വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കൊണ്ടുവരിക, ഭണ്ഡാരത്തിൽ സമർപ്പിച്ചാൽ മതി. ഇവിടെ ആൾരൂപം എടുത്തു വെച്ച് പ്രാർത്ഥിക്കാനായിട്ടാണെങ്കിൽ ആൾരൂപം എടുക്കുക, നന്നായി പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? അച്ഛൻ്റെ ആത്മാവ് ഭഗവാനിലേക്ക് എത്തിച്ചേരും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഭഗവാൻ അച്ഛനെ അനുഗ്രഹിക്കണം, അല്ലെങ്കിൽ അച്ഛൻ്റെ ആത്മാവിനെ ശാന്തി നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ വെച്ചോളൂ. അത് നേർന്നത് കൊണ്ടാണ് അത് ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് യഥാശക്തി ഒരു തുക ഭണ്ഡാരത്തിലായിട്ട് സമർപ്പിക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഏത് വഴിപാടാണ് നിശ്ചയിച്ചെങ്കിലും കൂടിയിട്ട് മരണപ്പെട്ട് കഴിഞ്ഞാലും വഴിപാടുകളൊന്നും മുടക്കരുതെന്നാണ് പറയുക. നേർന്നത് ഭഗവാന് കൊണ്ടുവന്ന് കൊടുക്കണം എന്നാണ് പറയുക. അതിൻ്റെ തുകയായിട്ട് മരിച്ചവരുടെ പേരിൽ വഴിപാട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ തുക ഭണ്ഡാരത്തിൽ സമർപ്പിച്ചോളൂ എന്നാണ് പറയാറുള്ളത് കേട്ടോ. ജനറൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പം എന്താണെങ്കിലും ഇനി വരുന്ന സമയത്ത് വഴിപാട് എന്താണോ നേർന്നത് അത് ചെയ്യുക. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭഗവാന്റെ അടുത്തുള്ള ഒരു കടാണ്, ദേവകടം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അത് മുഴുവനാക്കിയിട്ട് ചെയ്യാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി വരുന്ന സമയത്ത് ചെയ്തോളൂ. അടുത്തത് രമാരാജൻ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഹർഷിക, നമ്മൾ വിളക്ക് വെക്കുമ്പോൾ 2 ഭാഗത്തേക്കും 2 തിരി വീതം ഇടണമോ അതോ ഓരോ തിരി വീതം ഇട്ടാൽ മതിയാകുമോ? ഒന്ന് പറഞ്ഞു തരൂ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ വീഡിയോ കാണാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംശയം വന്നിട്ടുണ്ടായിരിക്കാം. വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറേ ചിട്ടകളുണ്ട്. അതിലൊന്നാണ് ഈ തിരികളുടെ എണ്ണം എന്ന് പറയുന്നത്. അത് നമുക്ക് 2 തിരി ഇടാം, അല്ലെങ്കിൽ 5 തിരി ഇടാം. 2 തിരിയെന്ന് ഉദ്ദേശിക്കുന്നത് 2 നാളമായിട്ട് കേട്ടോ, അല്ലെങ്കിൽ 5 തിരിയിടാം. ഇതാണ് പൊതുവേ ചെയ്യാറുള്ളത്. അപ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമാണ് സാധാരണ വീടുകളിലൊക്കെ തിരിയിട്ടിട്ട് ദീപം കൊളുത്താറുള്ളത്. അപ്പോൾ ഒരു ദീപം തെളിയിക്കണമെങ്കിൽ, അതായത് ഒരു നാളം വേണമെങ്കിൽ 2 തിരി വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അതിങ്ങനെ ഒരുമിച്ച് കൂപ്പുകൈകളായി നിൽക്കുന്ന രീതിയിൽ വേണം തിരിയിടാനായിട്ട്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഒരു തിരിയിടുക, ഈ ഭാഗത്തുനിന്ന് ഒരു തിരിയിടുക, അത് കൊളുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നാളം കിട്ടും. അപ്പോൾ കിഴക്കോട്ടേക്ക് അങ്ങനെ, പടിഞ്ഞാറ് ഭാഗത്തേക്കും ഒരു തിരിയിടുക, പിന്നെ ഒരു തിരിയും കൂടെ ഇടുക. അപ്പോൾ എന്തായി? ഒരു നാളം കൂടെ കിട്ടും. അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരി ഇടണമെങ്കിൽ, അല്ലെങ്കിൽ 2 ഭാഗത്തേക്ക് നമുക്ക് വിളക്ക് കൊളുത്തണമെങ്കിൽ നമ്മൾ 4 തിരി വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഒരു നാളത്തിന് കൂപ്പുകൈകളായിട്ട് 2 തിരിയാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകില്ല എന്നും വിചാരിക്കണം. അപ്പം അങ്ങനെയാണ് തിരിയിടേണ്ടത്. ഒരു നാളത്തിന് 2 തിരി വേണം ഉപയോഗിക്കാനായിട്ട്. അടുത്തത് രജനി സുരേന്ദ്രൻ എന്നുള്ള ഒരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഹർഷിക, എൻ്റെ വീടിനകത്ത് ഒരു ചെമ്പോത്ത് കയറി. പൂജാമുറിയിൽ തന്നെ നാരായണീയ രാമായണം ഇവ രണ്ടും ഒരു പലകയുടെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുകളിൽ ചെമ്പോത്ത് കയറിയിരുന്നു. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഞാൻ മാനസികമായിട്ട് വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ്. എൻ്റെ മകനൊരു ജോലിയുടെ കാര്യത്തിൽ. ഇതിനൊന്ന് ഉത്തരം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നാരായണീയം വായിക്കാറുണ്ട്, നാരായണ നാമം ജപിക്കാറുണ്ട് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കമൻറ്റിന് ചുവടെയായിട്ട് മറ്റൊരു മറുപടിയായിട്ടൊരു കമൻറ്റും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ചെമ്പോത്ത് ഇപ്പോൾ സുധാമാവ് ഭഗവാനെ കാണാനായിട്ട് പോകുന്ന സമയത്ത്, കുചേലൻ ഭഗവാനെ കാണാനായിട്ട് പോകുന്ന സമയത്ത് ചെമ്പോത്തിനെ കണ്ടിട്ടാണ് പോകുന്നത്. എന്നിട്ട് കുചേലൻ എന്താ സംഭവിച്ചത്? സർവ്വ സൗഭാഗ്യങ്ങളാണ് ഭഗവാൻ നൽകിയിട്ട് മടക്കി അയച്ചത്. അപ്പോൾ അതെന്തായാലും ശുഭമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ചെമ്പോത്തിനെയൊക്കെ കാണുമ്പോൾ അത് ഭഗവാന്റെ സാന്നിധ്യമായിട്ടാണ് പറയുക. അപ്പോൾ വിഷമിച്ചിരിക്കുന്ന സമയത്താണ്, ചേച്ചി വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ചെമ്പോത്തിനെ കണ്ടത്. അത് പൂജാമുറിയിലേക്കാണ് വന്നത്. അപ്പോൾ എന്തുകൊണ്ട് നല്ലതല്ലേ? ചെമ്പോത്തിനെ കണ്ടു കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ് കേട്ടോ. അത് നമ്മുടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടുത്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശുഭകരമായിട്ടാണ് പറയുക. അപ്പോൾ എന്തായാലും മുടങ്ങാതെ ഭഗവാനെ സേവിച്ചോളൂ, ഭഗവാന്റെ നാമം ചൊല്ലിക്കോളൂ, നാരായണീയം വായിച്ചോളൂ. എല്ലാത്തിനും ഭഗവാൻ ഉത്തരം നൽകൂട്ടോ. മകന്റെ ജോലിക്കാരെയാണെങ്കിലും അതെല്ലാം എത്രയും വേഗം തന്നെ ഭഗവാൻ ശരിയാക്കി തരും. വിഷമിക്കണ്ട എന്ന് തന്നെയായിരിക്കും ഭഗവാൻ പറയുന്നുണ്ടായിരിക്കുക. ആ വിശ്വാസത്തോടു കൂടി തന്നെ ഭഗവാനെ വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാനായിട്ട് പോകുകയാണ്. ഇന്നലത്തെ നാമജപം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 1,14,875 നാമങ്ങളാണ് കേട്ടോ ഇന്നലെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പം എല്ലാവരും നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കട്ടെ. ധാരാളമായിട്ട് എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളും അലങ്കാരങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം.
ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.